മാറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയും. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി കൃഷി ചെയ്യാനുമാവും. കുറഞ്ഞ കാലറി മൂല്യം എന്നാൽ ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡന്റ്, നാരുകൾ എന്നിവയുടെ സാന്നിധ്യം ആഴത്തിൽ വേരുകൾ പോകാത്തതിനാൽ മണ്ണാഴം കുറഞ്ഞതും മറ്റ് വിളകൾക്ക് അനുയോജ്യമല്ലാത്തതുമായ സ്ഥലങ്ങളിലും കൃഷി ചെയ്യാം. ജൈവവളങ്ങളോടും രാസവളങ്ങളോടും നന്നായി പ്രതികരിക്കും. തുടർ പരിചരണത്തിന് ചെലവ് കുറവ്. ചെടി നട്ട് 3 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങും. പൂത്തു കഴിഞ്ഞാൽ ഏകദേശം 40 ദിവസം കൊണ്ട് വിളവെടുക്കാം. ഏക്കറിന് 5 മുതൽ 7 ടൺ വരെ വിളവ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലായി കണ്ടുവരുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചാണ്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇവിടെ പ്രചരിച്ചതിന് ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. എന്നാൽ കൃഷി വ്യാപകമായതോടെ മിക്ക കർഷകർക്കും വിപണി കിട്ടാതെയായി. ഫ്രൂട്ടിന് നല്ല വിലയുണ്ടെങ്കിലും സൂക്ഷിപ്പ് കാലാവധി കുറവായതിനാൽ കോൾഡ് സ്റ്റോറേജ് സംവിധാനം ഇല്ലാത്തവർക്ക് വില നോക്കാതെ വിറ്റഴിക്കേണ്ടി വരുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഈ പ്രതിസന്ധിക്കുള്ള മറുപടി. ഗ്രീൻ ടീ, ബാക്ടീരിയ, ഈസ്റ്റുകൾ, പഞ്ചസാര എന്നിവ ചേർത്ത് പുളിപ്പിച്ചെടുക്കുന്ന പ്രോബയോട്ടിക് ചായയാണ് കൊമ്പുച്ച. ഗുണകരമായ സൂക്ഷ്മജീവികൾ അടങ്ങിയ കൊമ്പുച്ചയുടെ ഉത്ഭവം ചൈനയാണ്. മധുരത്തിന്റെ അളവ് കുറഞ്ഞ് പുളിപ്പ് കൂടുതലുള്ള ഈ പാനീയം ശരീരഭാരം കുറയ്ക്കുന്നതിനും ഊർജ്ജദായകമായും ഉപയോഗിക്കുന്നു. ഇതിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചാറ് ചേർത്ത് പുതിയ പാനീയം നിർമ്മിച്ച് വിൽക്കുന്നവർ ഇന്ന് മാർക്കറ്റിൽ ഒരു വിപണി തന്നെ കീഴടക്കിയിട്ടുണ്ട്. പഴച്ചാറിൽ നിന്ന് നിറവും രുചിയും പൂർണ്ണമായും സന്നിവേശിച്ചു കഴിഞ്ഞാൽ ദ്രാവകം അരിച്ചെടുത്ത് കുപ്പിയിൽ സൂക്ഷിച്ച് 2 ദിവസം കാർബണേറ്റും ചെയ്യാം. പാനീയം നുരഞ്ഞു പോകുന്ന പാകത്തിലാകുമ്പോൾ ഉപയോഗിക്കാം. ഇത് ഫ്രിഡ്ജിൽ സംരക്ഷകങ്ങൾ ചേർത്ത് 6 മാസം വരെയും ചേർക്കാതെ 2 മാസം വരെയും കേടുകൂടാതെ സൂക്ഷിക്കാം. 1 ഏക്കർ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് ഏകദേശം 7 ലക്ഷം രൂപ ചെലവ് വരും. 3 വർഷം മുതൽ വിളവും ലഭിക്കും. നല്ല വിളവ് ലഭിച്ചു തുടങ്ങിയാൽ ഏക്കറിന് 6 മുതൽ 10 ലക്ഷം രൂപ വരെ വരുമാനവും നേടാം. യൂറിയ പോലുള്ള രാസവളങ്ങൾ ചേർക്കുന്നത് പഴത്തിന്റെ മാധുര്യം കുറയ്ക്കും. കോഴിവളം, ചാണകം തുടങ്ങിയ ജൈവവളത്തോടൊപ്പം സൾഫേറ്റ്, പൊട്ടാഷ്, ബോറോൺ എന്നിവ ചേർക്കുന്നതാണ് നല്ലത്. ചെടിയുടെ ചുവട്ടിൽ നിന്ന് തളിർത്ത് പൊട്ടുന്നവ തൈയായി ഉപയോഗിക്കരുത്. ഒരേ സമയം പൂക്കുകയും പാകമാകുകയും ചെയ്യുന്നതിനാൽ വിളവെടുപ്പും അതിനുശേഷമുള്ള പരിപാലനവും വിപണനവും ആസൂത്രണം ചെയ്യണം. പൂത്തു കഴിഞ്ഞാൽ കൃത്യം 30-40 ദിവസം കൊണ്ട് വിളവെടുക്കാം. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലൂടെ ഒരു നല്ല വരുമാനം തന്നെ നേടാൻ കഴിയും.